ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇന്ന് സ്ലീവിൻ്റെ ഒരു കട്ടിംഗ് ആണ്. അതിന് ഞാൻ ലെങ്ത്തിന് എത്രയാണുള്ളത് അതെടുത്തു. അതിനുശേഷം ഇവിടെ ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ബ്ലൗസ് ആയതുകൊണ്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ചുരിദാറാണെങ്കിൽ 4 മതി, നൈറ്റി ആണെങ്കിൽ 3.5 മതി. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. നമ്മളെ കൈക്കുഴിയുടെ അളവ് കറക്റ്റ് എത്രയാണോ അതെത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ മാർക്ക് ചെയ്ത്. ഇപ്പോൾ 8 ഇഞ്ചാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഇതുപോലെ വളച്ച് വരയ്ക്കുക. ഇതിനിപ്പോൾ സ്കെയിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ വരച്ചാൽ മതി. എന്നിട്ട് താഴെ നമ്മളെ കൈയുടെ വണ്ണം എത്രയാണോ അത് വെച്ച് മാർക്ക് ചെയ്യുക. ഇതിന് 8ൻ്റെ അടുത്ത് ഇതുപോലെ ഒന്ന് വളച്ച് വരഞ്ഞു കൊടുക്കുക. ഷേപ്പ് ആണെങ്കിൽ ബെൻഡായിട്ടുള്ള സ്കെയിൽ വെച്ച് വരച്ചാൽ മതി, അല്ലെങ്കിൽ അല്ലാത്ത സ്കെയിൽ വെച്ചിട്ട് വരച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. ഈ മുൻവശം മാത്രമാണ് കേട്ടോ ഒരു ഭാഗം കുഴിച്ച് കട്ട് ചെയ്യുന്നത്. അത് ബ്ലൗസിന് നിർബന്ധമാണ് കേട്ടോ, ചുരിദാറിന് നിർബന്ധമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം, കാരണം റെഡിമെയ്ഡിലൊന്നും അങ്ങനെ കട്ടിങ് വരുന്നില്ല, മെഷീൻ കട്ടിങ് ആയതുകൊണ്ട്. അല്ലാത്ത ഷോപ്പുകളിൽ നിന്നെല്ലാം അത് കട്ട് ചെയ്യുന്നുണ്ട്. റെഡിമെയ്ഡിന് വളരെ കുറവാണ് കട്ടിങ്, അത് മെഷീൻ കട്ടിങ് ആണല്ലോ വരുന്നത്. ഇതുപോലെ വെക്കുക. നല്ല വശമോ അല്ലെങ്കിൽ ചീത്ത വശമോ ഏതെങ്കിലും ഒരു വശം നോക്കിയിട്ട്, ഇതിപ്പോൾ രണ്ടും ഒരുപോലെയാണ്, അതുകൊണ്ട് മനസ്സിലാവുക ലൈനിങ് ആണ്. അതുകൊണ്ട് ഏത് ഭാഗമായാലും കുഴപ്പമില്ല, പക്ഷെ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ പുറകു വശമായിപ്പോൾ പുറകു വശം വെച്ച് കഴിഞ്ഞാൽ അത് വേറെ മനസ്സിലാവും, വലിഞ്ഞു നിൽക്കും. അതുകൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, മാറിപ്പോവാതിരിക്കാൻ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ.